നമ്മൾ നമ്മുടെ വണ്ടി കഴുകാനായിട്ട് എടുക്കുന്ന ഷാമ്പൂനും നമ്മുടെ വണ്ടിയുടെ ബോഡി പെയിൻറ്റിങ്ങും തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ടെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും നമ്മുടെ വണ്ടി കഴുകാൻ നേരത്ത് കൈ കിട്ടുന്ന ഏതെങ്കിലും ഷാമ്പൂ ഇല്ലെങ്കിൽ സോപ്പോ ബക്കറ്റിൽ കലക്കി അങ്ങ് ഒഴിക്കുകയാണ് പതിവ്. അല്ലാതെ ഇതിൽ ഒരു pH വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഒന്നും നമ്മൾ വലിയ മൈൻഡ് ആക്കാൻ പോകാറില്ല. അതുകൊണ്ട് തന്നെ കുറേ കഴിയുമ്പോഴത്തേനും ഇത് വണ്ടിക്ക് കുറച്ച് ദോഷങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിയാതെയും പോകുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെയും കുറേ കാശ് ഇറങ്ങിയും പോകുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വണ്ടി കഴുകുമ്പോഴത്തേനും, അതായത് നമ്മൾ കാർ ഷാമ്പൂ തിരഞ്ഞെടുക്കുമ്പോഴത്തേനും വില മാത്രം ഇനി ശ്രദ്ധിച്ചാൽ പോരാ, pH വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടെ നോക്കിയാൽ കൊള്ളാവുന്നൊരു കാര്യമാണ്. അപ്പം ക്യൂണൽസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോ കേട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വണ്ടി കഴുകാൻ തീരുമാനിക്കുമ്പോഴത്തേനും നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒന്നെങ്കിൽ സോപ്പ് പതപ്പിച്ചൊഴിക്കും, ഇല്ലെങ്കിൽ നമ്മൾ തല വെക്കുന്ന ഷാമ്പൂ പതപ്പിച്ചൊഴിക്കും. ഇനി അതുമല്ല കുറച്ചുകൂടെ വണ്ടിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കാർ ഷാമ്പൂ തന്നെ ഇരിക്കട്ടെ എന്ന് വെക്കും. അടുത്തുള്ള ഏതെങ്കിലും അണ്ണൻ്റെയോ താത്തയുടെയോ കടയിൽ പോവും. ഒരു 10 അല്ലെങ്കിൽ 50 രൂപ വരുന്ന കാർ ഷാമ്പൂവിൻ്റെയൊക്കെ സാക്ഷാ പാക്കറ്റ് ഇപ്പോൾ കിട്ടും. അത് മേടിക്കില്ലെങ്കിൽ ബോട്ടിലാണെങ്കിൽ അത് തന്നെ മേടിച്ചോട്ടെ, എന്തായാലും കൊണ്ടുവന്ന് കലക്കും എടുത്തൊഴിക്കും. അപ്പം നമ്മൾ കടയിൽ പോയിട്ട് ഇപ്പം വണ്ടി കഴുകാനായിട്ട് കാർ ഷാമ്പൂ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ നോർമൽ ഷാമ്പൂ നമ്മൾ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും നമ്മൾ ആകെ ആ കുപ്പിയിലോട്ട് ഇല്ലെങ്കിൽ സാക്ഷാ പാക്കറ്റിലോട്ട് നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വില എത്രയാണ്. അത് മാത്രമാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത്. അല്ലാതെ ഈ ഒരു കാർ ഷാമ്പൂവിലൊക്കെ ഒരു pH വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, നമ്മൾ മൈൻഡ് ആക്കാറില്ല. അപ്പോൾ ഞാൻ ഇൻട്രോയിലും പറഞ്ഞു ഇത് നമ്മുടെ വണ്ടീനെ ഭയങ്കരമായിട്ട് ബാധിക്കുമെന്ന്. അപ്പം അതാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് പറയാനും പോകുന്നത്. അപ്പം നമുക്ക് അറിയാം, നമ്മളൊരു 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴാണെന്ന് തോന്നുന്നില്ലേ പഠിക്കുന്നത് ഈ pHനെ കുറിച്ചൊക്കെ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ, അതായത് നമ്മൾ കുടിക്കുന്ന സാധാ പച്ചവെള്ളത്തിൻ്റെ, നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 അതിൻ്റെ മുകളിലോട്ടുള്ളതെല്ലാം ആസിഡ് സ്വഭാവം കാണിക്കുന്നു, അതിന് താഴോട്ടുള്ളതെല്ലാം ആൽക്കലി സ്വഭാവം കാണിക്കുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്ന് ചുറ്റും ലഭ്യമായ എല്ലാ ലിക്വിഡുകൾക്കും ഒന്നെങ്കിൽ ഒരു pH ന്യൂട്രൽ, അതായത് pH വാല്യൂ 7 ആയിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അത് ആസിഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ അത് ആൽക്കലി ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും സ്വഭാവം എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കടയിൽ പോയി കാശ് കൊടുത്ത് മേടിക്കുന്ന ഈ കാർ ഷാമ്പൂകൾ അല്ലെങ്കിൽ നോർമൽ ഷാമ്പൂകൾക്കും ഈ പറഞ്ഞ ഏതെങ്കിലും ആൽക്കലി മൂല്യം കാണും. ഒന്നെങ്കിൽ അത് ആസിഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ ആൽക്കലി ആയിരിക്കും, ഇനി അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള 7 ആയിരിക്കും. അപ്പം ഈ ന്യൂട്രൽ ആയിട്ടുള്ള, അതായത് വെള്ളത്തിൻ്റെ pH വാല്യൂ ആയിട്ടുള്ള 7 ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ വണ്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു pH വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇതിൽ കുറഞ്ഞാലും കൂടിയാലും, അതായത് 7 കൂടുതലാണെങ്കിലും കുറവാണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഈ വണ്ടിയുടെ ഈ ഒരു പെയിൻറ്റിങ്ങിനെ സാരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഈ കാർ ഷാമ്പൂ മേടിക്കാനായിട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഷാമ്പൂവിന് എത്ര വിലയാണെന്നല്ല, നമ്മൾ വീട്ടിൽ കാശ് കൊടുത്ത് മേടിച്ചിട്ടിരിക്കുന്ന വണ്ടിക്ക് നമ്മൾ എത്ര മുടക്കിയെന്ന് വേണം നമ്മളിനി ആലോചിക്കാനായിട്ട്. കാരണം ഈ കുറച്ച് കാശ് ലാഭിക്കാനായിട്ട് നമ്മൾ പോയിട്ട് 10-50 ഒരു നോർമൽ കാർ ഷാമ്പൂ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും നമ്മൾ വീട്ടിൽ 10-15 ലക്ഷം കൊടുത്ത് മേടിച്ചിട്ടിരിക്കുന്ന വണ്ടിയിലോട്ടാണല്ലോ നമ്മൾ തൊഴിക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു വണ്ടിയുടെ ഈ ഒരു പെയിൻറ്റിങ്ങിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ലാഭിച്ച ലാഭം എന്തായാലും നല്ല ഒന്നാന്തരമായിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കി തരുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ പെയിൻറ്റ് പയ്യെ അങ്ങ് ഫീഡ് ആവാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശിറങ്ങും. നമ്മൾ പോയിട്ട് ഒരു 3000 ഉള്ള ഒരു ടെഫ്ലോൺ കോട്ടിങ് ചെയ്യും, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കാശുള്ളവരൊക്കെ ആണെങ്കിൽ പോയിട്ട് 20,000, 30,000, 40,000 അങ്ങ് മേളിലോട്ട് കിടക്കുന്ന സെറാമിക് കോട്ടിങ്ങുകളും പോയിട്ടങ്ങ് ചെയ്യും. അപ്പോൾ ഈ സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെ ഇതേ പരിപാടിയായിരിക്കും നമ്മൾ തുടർന്ന് പോരുക. അതായത് ഏതെങ്കിലും നോർമൽ ഷാമ്പുവോ ഇല്ലെങ്കിൽ ഈ pH ശ്രദ്ധിക്കാത്ത ആസിഡോ ആൽക്കലിയോ ബേസ് ആയിട്ടുള്ള ഏതെങ്കിലും ഷാമ്പുവോ കൊണ്ടുവന്നങ്ങ് കലക്കി ഒഴിക്കും. പിന്നെ അപ്പോൾ നമുക്കറിയാം സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്താൽ അവർ നമുക്ക് വാറണ്ടി തരും കേട്ടോ, 1 ഇയറും ഒക്കെ ആയിട്ട് വാറണ്ടി തരും ആ ഒരു കമ്പനിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വാറണ്ടി എപ്പോഴാണോ, ഇപ്പോൾ 1 ഇയർ വാറണ്ടി ഉണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ ഈ പെയിൻറ്റ് പിന്നെ ഫെയ്ഡാകുന്ന കാണാൻ പറ്റും. ഉടനെ നമ്മൾ അമ്പും മില്ലുമായിട്ട് ഇറങ്ങുന്നു, പോയിട്ട് സെറാമിക്കാരനെ തെറി വിളിക്കുന്നു. കാരണം അവൻ്റെ കുറ്റമാണല്ലോ, നമ്മൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി ചെയ്ത സെറാമിക് കോട്ടിങ് പിന്നെ ഫെയ്ഡാകാൻ തുടങ്ങിയാൽ അത് ഉറപ്പായിട്ടും ആ കമ്പനിക്കാരൻ്റെ കുറ്റമാണല്ലോ, പോയിട്ട് തെറി വിളിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തൊരു കുറ്റം കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറയണം കേട്ടോ, നല്ല സെറാമിക്കാരൊക്കെ ആണെങ്കിൽ നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞു വിടും, നിങ്ങൾ ഈ pH നല്ല ഈ ഒരു pH ന്യൂട്രൽ ആയിട്ടുള്ളത്, അതായത് 7 വരുന്ന ഒരു കാർ ഷാമ്പൂസ് തന്നെ യൂസ് ചെയ്യണമെന്നും കാര്യങ്ങളും എല്ലാം, എങ്ങനെ പിന്നെ നമ്മൾ വണ്ടി കൊണ്ടു നടക്കണം എന്നൊക്കെ പറഞ്ഞേ വിടത്തുള്ളൂ. ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് തെറി വിളിക്കാം, എന്നാലും കൂടുതൽ തെറ്റും നമ്മുടെ തന്നെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ വണ്ടി കൊണ്ടുപോയിട്ട് സെറാമിക് കോട്ടിങ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് ആ കമ്പനിക്കാരിങ്ങനെ പറഞ്ഞു തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനോട് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സെറാമിക്കാരുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തന്ന സംഭവം ഇതാണ്, നമ്മൾ കാശ് ലാഭിക്കാനായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുന്ന പരിപാടി പിന്നെ നമുക്ക് ഭയങ്കര ലാഭമായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് മനസ്സിലായല്ലോ, pH വാല്യൂ നോക്കി ഇനി
ഷാമ്പൂ മേടിക്കണം. അപ്പം ഇന്ന് ഞാൻ കറക്റ്റായിട്ട് നമുക്കൊരു pH ന്യൂട്രൽ ആയിട്ടുള്ള, അതായത് pH ഏഡ് ആയിട്ടുള്ള ഒരു കാർ ഷാമ്പൂ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ പ്രഷർ വാഷറിൻ്റെ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു, നമുക്ക് കാഗോ റാബിയോ അവരയച്ചു തന്നൊരു പ്രഷർ വാഷറിൻ്റെ വീഡിയോ ചെയ്തപ്പം ഞാൻ അതിനകത്തൊന്ന് എൻ്റെ വണ്ടി ഒന്ന് കഴുകിയായിരുന്നു. അതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാർ ഷാമ്പൂ ആണ്. ഇതിൻ്റെ പേര് പ്യുറേസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർ ഷാമ്പൂ ആണ്. ഇത് കാഗോയുടെ തന്നെ അണ്ടർ വരുന്നതാണ്. അപ്പം ഈ ഒരു കാർ ഷാമ്പൂ ഞാൻ നിങ്ങളെ ഉപയോഗിച്ചും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് കുറച്ച് ഫാക്ടേഴ്സ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ, ലാസ്റ്റ് ഞാൻ ഉപയോഗിച്ചും കാണിക്കുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ഒരു 1/2 ലിറ്ററിൻ്റെ, അതായത് 500 ml ഒരു ബോട്ടിലാണ്. അപ്പം ഇതിൻ്റെ ഒരു വില എന്ന് പറഞ്ഞാൽ 399 രൂപയാണ്. ആരും എന്നെ വില കേൾക്കുമ്പോഴേക്കും ചാടിക്കെടുക്കാൻ വരണ്ട, ഞാൻ പറയട്ടെ. അപ്പം ഈ ഒരു വില കേൾക്കുമ്പോഴത്തേനും എന്നാത്തിനാ ഒരു കാറ് കഴുകാനായിട്ട് 400 രൂപയൊക്കെ മുടക്കുന്നത്, കടയിൽ പോയാൽ 10-50 ഇല്ലെങ്കിൽ അതിലും താഴെ വിലക്കൊക്കെ ഷാമ്പൂ കിട്ടുമല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ pH കുറിച്ച്, വണ്ടിയുടെ പെയിൻറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് മേടിക്കാനായിട്ട് കടയിൽ പോയാൽ ഒരു 500 രൂപയ്ക്കൊക്കെ താഴെ കിട്ടുന്ന ഡ്രസ്സുകൾ നമ്മൾ മേടിച്ചുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 2 അലക്ക് കഴിയുമ്പോഴത്തേനും അതിൻ്റെ പെയിൻറ്റെല്ലാം കളറ് പോകാൻ തുടങ്ങും, അതിൻ്റെ നമ്മുടെ നൂലൊക്കെ എഴിക്കാൻ തുടങ്ങും, സ്റ്റിച്ച് പൊട്ടാൻ തുടങ്ങും, ഇങ്ങനെ പ്രശ്നങ്ങൾ വരും. ഇനി നമ്മളൊരു 1000 താഴോട്ട് ബഡ്ജറ്റ് ഇട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഈ ഒരു 500 താഴെ നിൽക്കുന്ന ഡ്രസ്സിനെക്കാട്ടിലും നല്ല ഡ്രസ്സ് നമുക്ക് അപ്പം കിട്ടും. ഇനി അതുമല്ല, നമ്മളൊരു 1000 മേലോട്ട് ബഡ്ജറ്റ് ഇട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിലോ അത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും, ബ്രാൻഡഡ് സാധനമൊക്കെ കിട്ടുമ്പോഴത്തേനും. അപ്പം നമ്മളെപ്പോഴും ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക, വില കൂടുന്നതോറും ഉറപ്പായിട്ടും അതിനുള്ള ക്വാളിറ്റിയും കൂടെ നമ്മൾക്ക് ഏത് കമ്പനിയാണെങ്കിലും നമുക്ക് തരുന്നുണ്ട്. സോ നമുക്ക് അതുകൊണ്ട് തന്നെ വില കൂടിയ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പം അതിനെ ഉറപ്പായിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പം ഇനി ഈ വില വെച്ചിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് നമ്മൾ ചെറിയൊരു ഡിസ്കൗണ്ടും കൂടെ തരുന്നുണ്ട്. കാരണം ഈ ഒരു 1/2 ലിറ്ററിന് 399 രൂപ MRP ആണെന്നുണ്ടെങ്കിലും നമ്മുടെ റെഫറലിൽ ഇത് നിങ്ങൾക്ക് 249 രൂപയ്ക്ക് കിട്ടും. അപ്പം അത് മേടിക്കാനായിട്ടുള്ള നമുക്ക് നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി തന്നെ തരുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് 500 മില്ലി പോരാ, അതായത് നിങ്ങൾക്കൊരു 1 ലിറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 399 രൂപയ്ക്ക് നിങ്ങൾക്ക് 1 ലിറ്റർ കിട്ടും. അതായത് ഒന്നിൻ്റെ MRP നിങ്ങൾക്ക് 2 ബോട്ടിൽ വീട്ടിൽ കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ Q1 വീൽസ് എന്ന് പറഞ്ഞ റെഫറൽ കോഡിലായിരിക്കും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വിളിച്ചിട്ട് നമ്മുടെ പേരൊന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഈ ഒരു കാർ ഷാമ്പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരേ സമയം കാർ ഷാമ്പൂ ആയിട്ടും ഫോമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ ഒരു ഡയല്യൂഷൻ പറയുന്നത് വെച്ചാൽ നമുക്ക് 1 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ വെള്ളത്തിൽ 50 മില്ലി കലക്കാനായിട്ടാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് 50 മില്ലി, ഇപ്പോൾ ഈ പറഞ്ഞ സെയിം ഡയല്യൂഷനിൽ നമുക്കിതൊരു കാർ ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഒരു 100 മില്ലിക്ക് മേളിലെടുത്താൽ നമുക്കിതൊരു ഫോമായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ സർവീസ് സ്റ്റേഷനിലൊക്കെ ചിലപ്പോഴത്തേക്കും കണ്ടിട്ടില്ലേ, നമ്മുടെ വണ്ടി ഫുൾ അവർ പതപ്പിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ആ പതപ്പിക്കുന്നതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാർ ഫോമുകളാണ്. അപ്പോൾ കാർ ഫോമുകൾക്ക് ഇച്ചിരി വില കൂടുതലാണ്. അപ്പം നമുക്ക് ഇച്ചിരി കുറഞ്ഞൊരു റേറ്റിൽ നമുക്ക് ഒരു കാർ ഫോമായിട്ടും കൂടെ നമുക്ക് ഈ ഒരു കാർ ഷാമ്പൂ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പിന്നെ ഇതിൻ്റെ ഒരു തിക്നെസ്, ഇതിങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു തിക്നെസ് ആണ്. നമ്മൾ നോർമലി കാശ് മുടക്കി മേടിക്കുന്ന നമ്മുടെ കാർ ഷാമ്പൂവിനെക്കാട്ടിലും ഒക്കെ തിക്നെസ് ഇതിനുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇപ്പം ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാർ ഷാമ്പൂ വെച്ചിട്ട് ഞാൻ ആ തിക്നെസ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേനും സാധാരണ ഷാമ്പൂ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് കമത്തുമ്പോൾ തന്നെ ഇങ്ങനെ കുടുകൂടാന്ന് ഒഴുകി വരുമല്ലോ, ഇത് കണ്ടോ, ഭയങ്കര തിക്നെസ്സാണ് ഇതിന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 മില്ലിയാണ് ഇവർ നമുക്ക് പറയുന്നത്. പക്ഷേ ഞാനിതിപ്പം ഒരു 10 മില്ലിയുടെയാണ് എൻ്റെ ഇരിക്കുന്ന ഈ ഒരു അടപ്പെന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു 10 മില്ലി എടുത്തിട്ട് നിങ്ങളെ കലക്കി കാണിക്കാം. അപ്പോൾ ഇതാണ്ട് കറക്റ്റ് 1 ലിറ്റർ വെള്ളമാണ്. ഇവർ ശരിക്കും പറയുന്നത് 1 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ വെള്ളത്തിൽ 50 മില്ലി പറയുന്നിടത്ത് നമ്മൾ വെറും 10 മില്ലി ഒഴിക്കുന്നുള്ളൂ. അപ്പം തന്നെ എത്രമാത്രം പതയുമെന്ന് നിങ്ങൾ കണ്ടോണം. ഇത് ഫുള്ള് ഞാനത് കലക്കിയിട്ട് പതപ്പിച്ച് കാണിക്കാം. കണ്ട് ഇതിനകത്തൊന്നും ഫുള്ള് പോകുന്നില്ല. അപ്പോൾ ഇതാണ്ട് 1 ലിറ്ററിൽ നമ്മൾ 10 മില്ലി കലക്കിയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു ബക്കറ്റിൽ മാർക്കിംഗ് അനുസരിച്ച് ഇതാണ്ട് 7 ലിറ്റർ അടുത്ത് ഇത് പതഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, നമ്മളൊരു 50 മില്ലി കലക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം പതം ഇതിനകത്തുനിന്ന് കിട്ടുമെന്നുള്ളത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഈ കാശ് നമ്മൾ പെട്ടെന്ന് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള ഔട്ട്പുട്ട് സാധനം തരുന്നുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ കാണിച്ചത് നോർമലായിട്ട് നമ്മൾ ബക്കറ്റ് കലക്കി എങ്ങനെ ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യുന്നില്ലേ, ഇനി നമുക്ക് വീട്ടിൽ പ്രഷർ വാഷർ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് സർവീസ് സ്റ്റേഷനിൽ കാണുന്നതിനുള്ള പത ഉണ്ടാക്കി കഴുകാമെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതിന് മുന്നേ നമ്മൾക്ക് കാഗോ തന്നെ അയച്ചിട്ടുള്ള പ്രഷർ വാഷറും കാര്യങ്ങളുമാണ്. അപ്പം നിങ്ങൾക്ക് ഇനി പ്രഷർ വാഷർ ഇല്ലെന്നുണ്ടെങ്കിൽ അത് മേടിക്കാനായിട്ട് നമ്മൾ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോ ഉണ്ട്, അതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പം നമുക്ക് ഇതിനകത്ത് നമ്മൾ മുമ്പിൽ കാണിച്ചില്ല കാർ ഷാമ്പൂ മേടിക്കാനായിട്ടുള്ളൊരു നമ്പർ, അതിൽ തന്നെ വിളിച്ചാലും നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് പിന്നെയും നമുക്ക് നിങ്ങളുടെ പേരിൽ ഡിസ്കൗണ്ട് കിട്ടും. ശരി, നിങ്ങൾക്ക് നമ്മുടെ പേരിൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം.
അപ്പം ഇതിൻ്റെ ഡൈല്യൂഷൻ വന്നേക്കുന്നത് നമ്മൾ 1 ലിറ്ററിൽ 100 മില്ലിയാണ് കലക്കിയിട്ടുള്ളത്. എത്രമാത്രം നമുക്ക് നമ്മുടെ ഈ ഒരു ഷാമ്പൂവിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഫോമിൻ്റെ തിക്നെസ് കട്ടിങ് കൂടെ കൂടും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ കണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ ഷാമ്പൂ അതുപോലെ തന്നെ പ്രഷർ വാഷറും ഗണ്ണും എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ പേര് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് എന്തെങ്കിലും കമൻറ്റ് ഇട്ടങ്ങ് പൊക്കോന്നേ. ബൈ ബൈ.